ഖുറേഷി അബ്രാം, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മാലാഖ. എമ്പുരാൻ റിലീസ് ആവാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ലൂസിഫർ ഇറങ്ങി ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ബ്രില്യൻസ് ഒന്ന് ചർച്ചയിലേക്ക് കൊണ്ടുവരാമെന്ന് കരുതി. ലൂസിഫർ സിനിമയുടെ അനേകം ലെയറുകളിൽ ഒന്ന് എസ്തപ്പാൻ സ്റ്റീഫൻ എന്ന കഥാപാത്രത്തിന്റെ ഉൽപ്പത്തിയാണ്. സിനിമയിൽ സ്റ്റീഫന്റെ കുട്ടിക്കാലം മുതൽ അയാൾ വളർന്ന് കേരളത്തിന്റെ ഒരു പവർഫുൾ പൊളിറ്റിക്കൽ പേസ് ആയി നിൽക്കുമ്പോൾ, അഥവാ നാടിനെ പത്തിവിരിച്ചു കാക്കാനും ഒറ്റക്കൊത്തിന് തീർക്കാനും കെൽപ്പുള്ള ശക്തിയായി നിൽക്കുമ്പോഴും ആ കഥാപാത്രത്തിന്റെ ഏറ്റവും ബലഹീനതയായി കാണിക്കുന്നത് പിതൃത്വം സംബന്ധിച്ച അനിശ്ചിതത്വമാണ്. ഓൾ സീയിങ് ഐ ഇലുമിനറ്റി പോലെ ശക്തനായ വ്യക്തി ആയിട്ടുകൂടി തന്റെ പിതൃത്വത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ സ്റ്റീഫൻ വൾനറേബിൾ ആകുന്നു. സിനിമയിൽ വിദഗ്ധമായി സൃഷ്ടിച്ചിട്ടുള്ള ജയിലിൽ വെച്ചുള്ള മഹേഷ വർമ്മയുമായുള്ള സംഭാഷണത്തിൽ നിന്ന് അത് വ്യക്തമാണ്. കുഞ്ഞായിരിക്കുമ്പോൾ PKRന്റെ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഇതാരുടെ കുട്ടിയാണെന്നുള്ള ചോദ്യം PKR നേരിടുന്നുണ്ട്. ആ ചോദ്യം അന്നേ സ്റ്റീഫനെ മുറിപ്പെടുത്തുന്നുണ്ട്. കേരളത്തോട് യാത്ര പറയാൻ തീരുമാനിച്ച വേളയിൽ അവസാനമായി ഈ നാട്ടിൽ നിന്ന് നേടാനുള്ള അറിവ് തന്റെ പിതാവ് PK രാംദാസ് ആണോ എന്നാണ്. PK രാംദാസ് ആണ് തന്റെ അച്ഛൻ എന്ന ഉത്തരം കേൾക്കാൻ അയാൾ ഒരു നിമിഷം ആഗ്രഹിച്ചിരുന്നു. കുട്ടിക്കാലം PKRന്റെ വീട്ടിൽ കടുത്ത അവഗണനക്കിടയിൽ ചിലവഴിച്ച എസ്തപ്പാൻ അവിടെയുള്ള ഏക ആശ്രയമായി കാണുന്നത് PKRനെയാണ്. പിന്നീടുള്ള കുറച്ചുകാലം കൊണ്ട് ഒരു പിതാവിന്റെ സ്നേഹം ആവോളം PKR നൽകിയിട്ടുണ്ടാവണം. അതുകൊണ്ട് ആ കുഞ്ഞു മനസ്സ് PKRനെ പിതൃതുല്യനായി കരുതി കാണണം. ശേഷം നാടുവിട്ടു പോകുന്ന എസ്തപ്പാൻ ജീവിതവഴിയിൽ അധോലോകത്തിന്റെ അധിപനായി മാറിയപ്പോൾ തിരഞ്ഞെടുക്കുന്ന പേര് നോക്കുക. ഖുറേഷി ആബ് റാം. ഈ പേരിന്റെ രണ്ടാമത്തെ ഭാഗം ശ്രദ്ധിക്കുക. ആബ് റാം. സെമിറ്റിക് ഭാഷകളിൽ, അതായത് ഹീബ്രു, ആമയേക്, അറബിക് എന്നിവയിലൊക്കെ ആബ് എന്ന വാക്ക് പിതാവിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ട്. അതായത് ഒരു പേരിന്റെ മുന്നിൽ ആബ് ചേർത്താൽ അത് പിതാവിനെ വിശേഷിപ്പിക്കുന്നതാണ് എന്നർത്ഥം. അറബിയിൽ ബിൻ ചേർത്ത നാമങ്ങളുണ്ടല്ലോ. അതിനർത്ഥം ഇന്നയാളുടെ മകൻ എന്നാണ്. മുഹമ്മദ് ബിൻ ടിഗ്ലാഖ് എന്നാൽ മുഹമ്മദ് സൺ ഓഫ് ടിഗ്ലാഖ്. ഇതുപോലെ ആബ് റാം എന്നാൽ ഫാദർ ഇസ് റാം എന്ന് അർത്ഥം പറയാം. അതായത് റാമാണ് പിതാവ്. നമ്മുടെ കഥയിൽ റാം സമം രാംദാസ് ആകാ PKR. മറ്റൊരു വിശാലമായ ലോകത്തിൽ എത്തിപ്പെട്ട സ്റ്റീഫൻ തന്റെ പഴയ വ്യക്തിത്വം ഉപേക്ഷിച്ചു പുതിയ ജീവിതം തുടങ്ങുമ്പോൾ PKRനെ തന്റെ അച്ഛനായി തന്നെ പ്രതിഷ്ഠിക്കുകയാണ്. അത് പേരിലൂടെ അടയാളപ്പെടുത്തുന്നതായിരിക്കാം ആബ് റാം. ഇവിടെ തന്റെ പിതൃത്വത്തെ സംശയിച്ചു വിളിച്ചുകൊണ്ടാൻ ആരും വരേണ്ട എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് പുതിയ സാമ്രാജ്യം കെട്ടി ഉയർത്താൻ അയാൾ ആത്മവിശ്വാസം നേടിയതും ഈ ഘട്ടം മുതലായിരിക്കാം. വാസ്തവം എന്താണെന്നറിയാൻ എമ്പുരാൻ സിനിമ ഇറങ്ങുന്നത് വരെ കാത്തിരിക്കാതെ തരമില്ല.